ഒരു 10 പേര് ഇരിപ്പുണ്ടെങ്കിൽ 10 പേർക്ക് ഒരേ കാരണം കൊണ്ടല്ല വണ്ണം കൂടുന്നത്. തൈറോയ്ഡ് ആയിരുന്നു ഇഷ്യൂ അല്ലെ? 10 വർഷമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് മെഡിസിൻ എടുത്തോണ്ട് നേരത്തെ? ഇത് മെഡിസിൻ ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അതിനകത്തൊരു മാറ്റമൊന്നും വരുന്നില്ല. തൈറോയിഡിനകത്ത് ഇൻഫ്ലമേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഡയറ്റിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തി. ഞാൻ അലോപ്പതി കഴിച്ചുകൊണ്ടിരുന്നത്. അത് വന്ന് കഴിഞ്ഞ് കണ്ടപ്പം തുടങ്ങി എനിക്ക് 3 മാസമായി ഞാൻ ഡോക്ടറെ കാണാൻ വന്നിട്ട്. അപ്പോൾ എനിക്ക് ആ മെഡിസിൻ കഴിച്ചപ്പോൾ എനിക്ക് എൻ്റെ ബോഡിക്ക് നല്ലൊരു ചേഞ്ച് എനിക്ക് വരുന്നുണ്ട്. എനിക്ക് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണൊക്കെ ചുമന്നിരിക്കുമായിരുന്നു. പിന്നെ തുമ്മല്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. കട്ടില് ചെറിയ പ്രശ്നങ്ങൾ, അത് കുടലിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഭക്ഷണത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. ഇപ്പൊ ആളോക്കെ ഞാനും ഓക്കെ. ഫസ്റ്റ്ലി വരുമ്പം സിവിയർ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ഡിസ്കംഫേർട്സ് ആയിരുന്നു. എപ്പോഴും ഫുഡ് കഴിച്ചാൽ ബാത്റൂം പോകാനുള്ള ടെൻഡൻസി, ബ്ലോട്ടിങ്, വളരെ ഡിസ്കംഫേർട്ട്, ഭയങ്കര അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ക്ഷീണം, തളർച്ച, മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എത്ര കാലമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നം? കുറച്ച് നാളായിട്ടുണ്ട് ഇത്. ഉണ്ട്. വേറെ ട്രീറ്റ്മെന്റ് ഒന്നിനും പോയില്ല? പോയിരുന്നു. പക്ഷെ അതൊന്നും കഴിച്ചിട്ട് നമുക്കൊരു ഇതുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഡയറ്റും ഇതൊക്കെ ചെയ്തപ്പോ നല്ലൊരു മാറ്റം ഉണ്ടായി. വണ്ടി പോലും ഓടിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ വണ്ടി ഓടിക്കുക, ബാക്കിൽ വൈഫിലിരുത്തി ഓടിക്കുക, കുട്ടികളിരുത്തി ഓടിക്കുക. ആൽക്കഹോളിക്കാണ്. അപ്പൊ ഒട്ടും മദ്യപിക്കാറില്ല. പക്ഷെ ഭക്ഷണ രീതി, ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഫുഡും ഹാബിറ്റ്, അങ്ങനെ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഞാനേ എറണാകുളംകാർക്കൊരു കാര്യം പറയാം. അതായത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു വണ്ണം ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അലർജിറ്റിക് പേഷ്യന്റ് ആയിട്ട് ഒരു രക്ഷയില്ല, എത്ര ചെയ്തിട്ട് മാറാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. നേരെ ഇങ്ങോട്ടേക്ക് വരിക. ഇവിടെ ഒരാളുണ്ട്. ഇത് അഭിജിത്തിന്റെ ഹോസ്പിറ്റലാണ് ഈ കാണുന്ന ആത്മ. ഇതിൽ ഞാൻ ഈ വണ്ണത്തിന്റെ കാര്യം പറയുന്നത് വേറെ കൊണ്ടല്ല. ഈ നിൽക്കുന്ന മനുഷ്യന് ഒരു 96 കിലോ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയപ്പോഴത്തെ അവസ്ഥ, ഈ സൈഡ് ജഡ്ജിന്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഫിഗറാണ് ഒരു 2 മാസം മുമ്പുള്ളത്. എന്താണ് ചെയ്തത്? എന്ത് ഡയറ്റ് എടുത്തത്? നമ്മള് എന്താ ഇപ്പൊ ആത്മയിൽ ആര് വന്നാലും നമ്മൾ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് നമ്മളൊരു ഡയറ്റ് കൊടുക്കും. പിന്നെ കൃത്യമായിട്ടൊരു എക്സസൈസ് പറഞ്ഞു കൊടുക്കും. അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. ഒരു 10 പേര് ഇരിപ്പുണ്ടെങ്കിൽ 10 പേർക്ക് ഒരേ കാരണം കൊണ്ടല്ല വണ്ണം കൂടുന്നത്. ഒരേ കാരണം കൊണ്ടല്ല വണ്ണം കൂടുന്നുള്ളത് കൊണ്ട് തന്നെ ഒരേ പരിഹാരമല്ല കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ ഇഷ്യൂ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണോ, ഇന്നത് ചെയ്തോളൂ, വെയിറ്റ് കുറയ്ക്കണോ, ഇന്നത് കഴിച്ചോളൂ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്തിനൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഈ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ്, ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ് ഏരിയ. ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓവർ വെയിറ്റ്, ഒബേസ് എന്നുള്ളത്. രണ്ടാമത്തെ അലർജികളാണ്. പലതരത്തിലുള്ള അലർജികളുണ്ട്. തൈറോയിഡ് ഇഷ്യൂസ് വരുന്നവരുണ്ട്, ഗ്യാസ്ട്രിക് ഇഷ്യൂ, അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള ഇഷ്യൂസ് വരുന്നവരുണ്ട്. സ്ത്രീകൾ PCOD, PCOS, ഈ മെനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് ഫാറ്റി ലിവർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോറായിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്നത്. നമ്മൾ മാത്രം പറഞ്ഞ കാര്യമില്ല അല്ലേ? കാരണം പറയേണ്ടവർ പറഞ്ഞു. അതായത് ഇതിപ്പോ ഡോക്ടർ പറഞ്ഞ ഡോക്ടർ സാഹിബ് ഇത്ര ചേഞ്ചസ് നമ്മൾ കാണിച്ചു വന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്ന വെച്ചാൽ രോഗങ്ങൾ മാറിയ കുറച്ചധികം പേര് ഇതിന്റെ അതിരിപ്പുണ്ട്. അതായത് ജീവിതശൈലി രോഗങ്ങൾക്കുണ്ടായ മിറൈക്കിൾ ചേഞ്ചസ്. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വന്നിരിക്കുന്ന ടെസ്റ്റ് മോണി പറയാൻ വന്ന നമ്മൾ കണ്ടവരെല്ലാം, ഞാൻ സംസാരിച്ച് കഴിഞ്ഞവരോട്ട് കണ്ടവരെല്ലാം 2 മാസം 3 മാസം കൊണ്ടായ ചേഞ്ചസ് അവർ പറഞ്ഞ അത്ഭുതം എന്നാ പറയുന്നത്. ആ അത്ഭുതം കാണാൻ വേണ്ടി നിങ്ങൾ വിളിക്കുന്നത്. 10 വർഷമായിട്ട് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. തൈറോയ്ഡ് ആയിരുന്നു ഇഷ്യൂ അല്ലെ? 10 വർഷമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് മെഡിസിൻ എടുത്തോണ്ട് നേരത്തെ? ഇത് മെഡിസിൻ ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അതിനകത്തൊരു മാറ്റമൊന്നും വരുന്നില്ല. കണ്ടിന്യൂസ് ഞാൻ ചെയ്തു പോകുന്നുണ്ട്, സ്കാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു ചേഞ്ച് വരാത്ത കാരണമാണ് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തത്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ക്ഷീണവും അതുപോലെ തന്നെ മുടി കഴിച്ചില്, ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിലൂടെ ഭയങ്കര ഉറക്കം വരിക, അങ്ങനെയൊക്കെയുള്ള ബോഡി സംബന്ധമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അലോപ്പതി കഴിച്ചുകൊണ്ടിരുന്നത്. അത് വന്നു കഴിഞ്ഞ് കണ്ടപ്പം തുടങ്ങി എനിക്ക് 3 മാസമായി ഞാൻ ഡോക്ടറെ കാണാൻ വന്നിട്ട്. അപ്പോൾ എനിക്ക് ആ മെഡിസിൻ കഴിച്ചപ്പോൾ എനിക്ക് എൻ്റെ ബോഡിക്ക് നല്ലൊരു ചേഞ്ച് എനിക്ക് വരുന്നുണ്ട്. എൻ്റെ മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ എനിക്ക് നല്ല ക്ഷീണമായിരുന്നു, ഉറക്കം തൂങ്ങുക, ചുമ്മാ ഇരുന്ന് ഉറക്കം തൂങ്ങുക, അതൊക്കെ ഒത്തിരി ചേഞ്ച് ആയിട്ട് എനിക്ക് അങ്ങ് മാറ്റം വന്നിട്ടുണ്ട്. തൈറോയിഡ് ആയിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഈ ഉറക്കം തൂങ്ങലൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം ഇത് ഇവിടെ വന്നതിന് ശേഷം ഡോക്ടർ ഇങ്ങനെ കുറെ ടെസ്റ്റുകളൊക്കെ എന്നോട് പറഞ്ഞു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഒത്തിരി മാറ്റം, മെഡിസിനും കിട്ടി കഴിയുമ്പോൾ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ, ഫുഡ് കൺട്രോളിംഗ് ഒക്കെ വന്നപ്പോൾ മാറ്റങ്ങൾ ഒരുപാട്. നാളുകൊണ്ടാണ് ഇത് ഈ ഒരു മാറ്റം. 3 മാസമായുള്ളൂ ഞാനിവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട്. 3 മാസം കൊണ്ടാണ് ഈ ചേഞ്ച് ഉണ്ടായത്. അതെ. ഈ 10 വർഷവും ഈ 3 മാസം നമ്മൾ ട്രീറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോഴേ അത് നമ്മളുടെ ഒരു ഫീൽ എന്താണ്? കാരണം നമ്മള് എനിക്കിപ്പോ ഒരു ഗുഡ് ഫീൽ ആയിട്ടാണ് തോന്നുന്നത്. കാരണം ആദ്യം എന്ന് പറയുമ്പോൾ എനിക്ക് ആ മെഡിസിൻ കഴിക്കുമ്പം കുറച്ച് നല്ലൊരു തളർച്ചയാണ് വരുന്നത്. നേരത്തെ മെഡിസിൻ നല്ല തളർച്ചയാണ് വരുന്നത്. പിന്നെ അത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി പിന്നെ ഒരു BP ഹൈ ആവുക, ഒരു ഹെഡ് ഏക്ക്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുവായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ഈ 3 മാസം ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇടയ്ക്ക് നിർത്തിയാൽ പോലും എനിക്ക് അങ്ങനെയൊന്നും വരുന്നില്ല. ഡോക്ടറെ,
ഇപ്പം മാഡം പറഞ്ഞെന്ന് വെച്ചാൽ 10 വർഷത്തെ ഒരു ലൈഫായിരുന്നു ഈ തൈറോയിഡും വെച്ചുകൊണ്ട്. പക്ഷെ അത് ഏത് സ്റ്റേജ് എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ടെസ്റ്റാണ് നമ്മൾ ആക്ച്വലി ഈ ഇതിന്റെ ഒരു ടെമ്പോ മനസ്സിലാക്കാൻ പറ്റിയത് എങ്ങനെയായിരുന്നു അത്? ആളിവിടെ ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് പറഞ്ഞപ്പം തൈറോയിഡിന്റെ ഹോർമോണൽ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ മെഡിസിൻ ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മെഡിസിൻ കഴിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആളുടെ ഹോർമോൺ ലെവൽസ് എപ്പോഴും നോർമലാണ്. പക്ഷേ ബുദ്ധിമുട്ടുകളായിട്ട് പുറത്തേക്ക് ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആളെ കൊണ്ട് തൈറോയിഡിന്റെ ആന്റിബോഡി ടെസ്റ്റുകൾ ചെയ്യിപ്പിച്ചു, തൈറോയിഡ് സ്കാനിങ് എടുത്തു, മറ്റ് വിറ്റമിൻ ഡി, അയേൺ പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിച്ചപ്പോൾ ആൾക്ക് അത്യാവശ്യം ഡെഫിഷ്യൻസി ഉണ്ട്, തൈറോയിഡിനകത്ത് ഇൻഫ്ലമേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഡയറ്റിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തി, കുറച്ച് കാര്യങ്ങൾ കഴിക്കാനുള്ളത് പറഞ്ഞു കൊടുത്തു, ഒഴിവാക്കാനുള്ളത് പറഞ്ഞു, അത്യാവശ്യം ഹെൽത്ത് സപ്പോർട്ടീവ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് കൊടുത്തപ്പം ആളുടെ ഈ പ്രശ്നങ്ങളിലൊക്കെ നല്ല രീതിയിലൊരു ചേഞ്ച് വന്നു. അതെ, തൈറോയിഡിന് ഒരു ഗ്യാരണ്ടി പ്ലേസ് ആണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് തൈറോയിഡ് അനുഭവിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് ആ പ്രശ്നത്തിൽ നിങ്ങൾ ഇഷ്യൂലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാവുന്ന ഒരു സ്ഥലമാണ് ആത്മ. അത് എറണാകുളം എന്നല്ല, നിങ്ങളുടെ സ്ഥലം ഏത് ഡിസ്ട്രിക്റ്റിലുള്ളവരാണോ നിങ്ങളെങ്കിൽ അതിന്റെ നിയറസ്റ്റ് ആത്മയുണ്ട്, നിങ്ങളുടെ വെളിപ്പുറത്ത് നിങ്ങളുടെ തൊട്ടടുത്ത ആത്മയുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ബേസിക്കലി ഫസ്റ്റ് ഡേ അല്ലെ, നിങ്ങൾ വരുന്ന ഫസ്റ്റ് ഡേ നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി പറഞ്ഞിരിക്കും. അത് ഗ്യാരണ്ടി അല്ലേ? ആ ഒരു ഗ്യാരണ്ടി ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ നേരെ ആത്മയിലിടുക. എനിക്ക് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോ കണ്ണൊക്കെ ചുമന്നിരിക്കുവായിരുന്നു, പിന്നെ തുമ്മല്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. മോൻ എന്തായിരുന്നു ഈ അലർജി ഇഷ്യൂ എന്തായിരുന്നു ആക്ച്വലി? അവനൊരു തുമ്മലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണ് മൂക്കൊക്കെ ചൊറിച്ചിലൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തപ്പോഴത്തേനും പറഞ്ഞു കൊണ്ടുപോകാന്ന് പറഞ്ഞു. കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഡോക്ടർ ബാക്കി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവന് കുറച്ച് വേറെ ഗട്ടിലൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ബാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ ഡോക്ടറാണ് ചെയ്തത്. ഇമ്മാനുവൽ ഇവിടെ വരുന്ന സമയത്ത് ഇമ്മാനുവലിന് അലർജിയുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കഴിക്കുമ്പോൾ 2 ദിവസത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ മെഡിസിന്റെ ആക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വീണ്ടും വരും. അപ്പൊ മെഡിസിൻ എടുക്കുമ്പോൾ മാത്രമായിരുന്നു ആൾക്കൊരു റിലീഫ് ഉണ്ടായിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആളുടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു കൺസൾട്ടേഷൻ ചെയ്തു. അപ്പൊ കേസ് എടുത്ത സമയത്ത് ഗട്ടിലെ ചെറിയ പ്രശ്നങ്ങൾ, അതായത് കുടലിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഭക്ഷണത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഗട്ടിനകത്തുള്ള ഒരു ബാക്ടീരിയന്റെ ഫ്ലോറയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തപ്പോൾ ആളുടെ അലർജിയിൽ നല്ല രീതിയിൽ വരുന്ന വ്യത്യാസം. ഇപ്പൊ രാവിലെ എഴുന്നേക്കാണ്ട് ഒരു പ്രശ്നമില്ല. നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നു, നേരത്തെ ഭയങ്കര പ്രശ്നമായിരുന്നു, അതൊക്കെ മാറി കിട്ടി. അതൊക്കെ മാറി. ഇപ്പൊ ആളോക്കെ ആളോക്കെ, ഞാനും ഓക്കെ. ഒരു 80% മലയാളികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് ഈ മാഡത്തിനുണ്ടായിരുന്നത്. എന്തായിരുന്നു ആക്ച്വലി ഇഷ്യൂ മാഡത്തിന്റെ? ഫസ്റ്റ്ലി വരുമ്പം സിവിയർ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ഡിസ്കംഫേർട്സ് ആയിരുന്നു. എപ്പോഴും ഫുഡ് കഴിച്ചാൽ ബാത്റൂം പോകാനുള്ള ടെൻഡൻസി, ബ്ലോട്ടിങ്, വളരെ ഡിസ്കംഫേർട്ട്, ഭയങ്കര അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ക്ഷീണം, തളർച്ച, മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഈ നെഞ്ചിരിച്ചില്, മറ്റേ വാഷ്റൂമിൽ പോകാൻ തോന്നുക, ഭയങ്കര ക്ഷീണം കെടുക്കുക, അങ്ങനെ ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു. ഇവിടെ വന്നിങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ എത്ര കാലമായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം? കുറച്ച് നാളായിട്ടുണ്ട് ഇത്. ഉണ്ട്. വേറെ ട്രീറ്റ്മെന്റ് ഒന്നിനും പോയില്ല? പോയിരുന്നു, പക്ഷെ അതൊന്നും കഴിച്ചിട്ട് നമുക്കൊരു ഇതുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഡയറ്റും ഇതൊക്കെ ചെയ്തപ്പോ നല്ലൊരു മാറ്റം ഉണ്ടായി. എത്ര നാളുകൊണ്ടാ മാറ്റം കിട്ടിയത് നമുക്ക്? 2-3 മാസം കൊണ്ടൊക്കെ നമുക്ക് 2-3 മാസം കൊണ്ടല്ല മാറ്റം കിട്ടില്ലേ? പ്രോപ്പർ ആയിട്ടൊരു ഹിസ്റ്ററി ടേക്കിംഗ് ഉണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററി ടേക്കിംഗിൽ നമുക്ക് അറിയാൻ പറ്റും ഇവർക്ക് ഇതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ കഴിക്കുന്ന സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താണ് കുറവ്. ഇപ്പൊ ചിലപ്പോൾ ചില കണ്ടീഷൻസിൽ ഗ്ലൂട്ടൻ ആയിരിക്കും വലിയ പ്രശ്നം വരുന്നത്. അപ്പൊ ഗ്ലൂട്ടനും ലാക്ടോസും അങ്ങനെ എന്താണ് ഇവർക്ക് അവോയ്ഡ് ചെയ്യേണ്ടത് അത് മാറ്റി നിർത്തി അവർക്ക് കൊടുക്കേണ്ട കറക്റ്റ് ഡയറ്റ്, ഇന്ന സമയം, ക്വാണ്ടിറ്റി, ഇതെല്ലാം നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് വരികയും അതിന്റെ കൂടെ ആഡ് ഓൺസ് ആയിട്ടുള്ള പ്രൊബയോട്ടിക്സ് ഒക്കെ വരുമ്പോൾ തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നമുക്ക് ഒരു നല്ല രീതിയിൽ റിലീഫ് കിട്ടാറുണ്ട്. മാറി ഗ്യാസ് ട്രബിളിന്റെ മെഡിസിൻ മാത്രം കഴിക്കുക, കഷായം കഴിച്ച് മാറ്റാൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാ കൂടുതൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട്. ആത്മയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്യൂ എത്ര കാലമായിട്ടുള്ള ഇഷ്യൂ ആണെങ്കിലും ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ ആ ഫസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു അവശത പോലെ വന്നത്. വന്ന് ഡോക്ടറായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് ഡോക്ടറിന്റെ നിന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കാതെ കണ്ടീഷൻ എത്തിയത്. എനിക്ക് എന്താണെന്ന് അസുഖം എനിക്കറിയില്ലായിരുന്നു, സിറോസിന്റെ എന്താണ് പ്രശ്നം അറിയില്ലായിരുന്നു. ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കിടന്നുപോയി. ഡോക്ടറിന്റെ കഴിവുകൊണ്ട് എനിക്ക് ഇവിടം വരെ ഇരുന്ന് പോകാൻ പറ്റി. വണ്ടി പോലും ഓടിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ വണ്ടി ഓടിക്കുക, ബേക്കിൽ വൈഫിലിരുത്തി ഓടിക്കുക, കുട്ടികളിരുത്തി ഓടിക്കുക. ഇപ്പൊ ഞാൻ ആക്റ്റീവായി അല്ലേ? F4 അതായത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു വരുമ്പോൾ. അപ്പം ഞാൻ അധികം മെഡിസിൻസ് അല്ല കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡയറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഞാൻ പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ എല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പം എന്താ പറയുക 3 months കൂടുമ്പം അല്ലെങ്കിൽ 6 months കൂടുമ്പോൾ CT എടുക്കും. അപ്പോൾ എല്ലാ ഫോളോ അപ്സും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമൃതയിൽ ട്രീറ്റ്മെന്റും ഉണ്ട്, അപ്പോൾ പാരലലി പോകുന്നുണ്ട്. അപ്പം അതിന്റെ കൂടെയുള്ള കുറെ ഡയറ്ററി റെസ്ട്രിക്ഷൻസും അതുപോലെയുള്ള എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഇന്റർവെൻഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. വേറെ ചെറിയ ചെറിയ സപ്ലിമെന്റ്സ് പോകുന്നുണ്ട്. അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള എല്ലാം നടക്കുന്നുണ്ട്. ഹോളിക്കാണ്, അപ്പൊ ഒട്ടും മദ്യപിക്കാറില്ല. പക്ഷെ ഭക്ഷണ രീതി, ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഫുഡും ഹാബിറ്റ് അങ്ങനെ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം
ഭക്ഷണം കഴിക്കുമായിരുന്നു, കാർബോഹൈഡ്രേറ്റ്സ് നന്നായി കഴിക്കുമായിരുന്നു, എക്സസൈസസ് കുറവായിരുന്നു, പിന്നെ ടൈമിൽ ഭക്ഷണം കഴിക്കില്ലായിരുന്നു, അങ്ങനെ അൺഹെൽത്തി ആയിരുന്നു. അതുകൊണ്ട് അക്വയർ ചെയ്തിട്ടുള്ളതാ. നമ്മളിതേ ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചത് ആത്മ, അതായത് ഫുൾ പാക്ഡ് ആണ്. അതായത് നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾ എന്താണെങ്കിലും അതിൻ്റെ ഉള്ള സൊല്യൂഷൻ അത് ആത്മയിലുണ്ട്. ഞാനിപ്പോ നിൽക്കുന്ന എറണാകുളത്താണെങ്കിലും നമുക്കുള്ളത് കോഴിക്കോട്, തിരുവനന്തപുരം, അതുപോലെ തന്നെ കോട്ടയം, പിന്നെ എറണാകുളം 4 സെന്റേഴ്സ് ആണുള്ളത്. 4 സെന്റേഴ്സിലും ഒരേ ചികിത്സ, റിസൾട്ട് ഒരേ റിസൾട്ട്. നമ്മൾ എറണാകുളത്തെ സ്ഥലം കറക്റ്റ് എവിടെയാണ്? പത്തരിപ്പാലം മെട്രോ സ്റ്റേഷൻ അടുത്ത് പില്ലർ നമ്പർ 366 ഉണ്ട്. പില്ലർ നമ്പർ 366 അവിടെ നോക്കിയാൽ തന്നെ ബോർഡ് കാണാൻ പറ്റും. തൊട്ടടുത്താണ്, റോഡിൽ നിന്ന് ജസ്റ്റ് പോന്നാൽ മതി, 150 മീറ്റർ ഉണ്ടാകും കഷ്ടി. അവിടെയാണ് നമ്മുടെ ആത്മയുള്ളത്. ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്, OP ഉണ്ട്. നിങ്ങൾക്ക് വന്ന് കൺസൾട്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ടും, അതായത് ഒരു കാര്യം നമ്മൾ ഡോക്ടർ പറഞ്ഞതിന്റെ അകത്ത് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞ ഒറ്റ ഡയലോഗ് ഉണ്ട്. അതായത് ആദ്യം അറിയേണ്ടത് നിങ്ങളുടെ ഇഷ്യൂ എന്താണ്. ആ ഇഷ്യൂ എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ട്രീറ്റ്മെന്റ് ഉള്ളൂ. അല്ലാതെ കണ്ണടച്ചൊരു മരുന്നത്തിലുള്ള പരിപാടിയില്ല. ട്രീറ്റ്മെന്റ് എന്താണെന്ന് ആദ്യം ഡിസൈഡ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പഠിച്ച ശേഷം മാത്രമാണ് ട്രീറ്റ്മെന്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പറഞ്ഞ എല്ലാ രോഗികളും പറഞ്ഞ റിസൾട്ടിന്റെ ഡേറ്റ് നിങ്ങൾ നോക്കിക്കോ. 2 മാസം 3 മാസം കൊണ്ടാണ് ഏത് രോഗമാണെങ്കിലും ഇവിടെ മാറ്റിത്തരുന്നത്. അപ്പൊ വരേണ്ട ഒരു നമ്പർ നിങ്ങൾക്ക് എന്തൊക്കെ മറ്റു കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽ കിട്ടും. അപ്പൊ വീണ്ടും മറ്റൊരു വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.